മലമ്പുഴയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. കാലങ്ങളായി CPM ഭരിക്കുന്ന മണ്ഡലത്തിൽ യാതൊരുവിധ വികസനവും നടപ്പായിട്ടില്ലെന്നും സി കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി. എന്നാൽ മോദി സർക്കാർ കൊണ്ടുവന്ന ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയും മലമ്പുഴ ഉദ്യാന നവീകരണവും മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത്തവണ മാറ്റം ഉറപ്പാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടെ പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ തീപാറുന്ന പോരാട്ടം തന്നെ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പി ആണ് ഈ മലമ്പുഴ മണ്ഡലത്തിൽ രണ്ടാമത്. ബി.ജെ.പിയുടെ സി കൃഷ്ണകുമാറെ V.S. അച്യുതാനന്ദനെ പോലും വിറപ്പിച്ചുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് എത്തിയ മണ്ഡലമാണ് മലമ്പുഴ. ഇത്തവണയും സി കൃഷ്ണകുമാർ തന്നെയാണ് മലമ്പുഴയിൽ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു അംഗത്തിന് മലമ്പുഴയിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ സി കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ മലമ്പുഴയിൽ 3ാമത്തെ അംഗത്തിന് ഇറങ്ങുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? 100% ആത്മവിശ്വാസത്തിലാണ്. കാരണം ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം അതാണ്. ഞാൻ 2016 തെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കാൻ വരുന്ന സമയത്ത് അന്ന് ഇവിടെ ഞാൻ ഉയർത്തിയ വികസന പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ളം, ഇവിടുത്തെ മലമ്പുഴത്തെ റിംഗ് റോഡ്, മലമ്പുഴ വാരണി പാലം, അതുപോലെ തന്നെ നടക്കാവ് മേൽപ്പാലം, കൊടുമ്പിലെ പാളയം പാലം, അങ്ങനെ നിരവധി വിഷയങ്ങൾ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രശ്നങ്ങളായി ഉയർത്തിയിരുന്നു. 10 വർഷം കഴിയാണ്, 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ശ്രീ V.S. അച്യുതാനന്ദന് ശേഷം ശ്രീ A. പ്രഭാകരനും 5 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്നും മലമ്പുഴയിലത്തെ അതേ പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണ്. ഈ മലമ്പുഴ ഉദ്യാനം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഈ മലമ്പുഴയുടെ ഉദ്യാനത്തിൻ്റെ നവീകരണത്തിനായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല. ഒരു വർഷം 3 ലക്ഷത്തിലധികം ടൂറിസ്റ്റുകൾ വരുന്ന കേന്ദ്രമാണ്. ഇപ്പോൾ ഇതിൻ്റെ നവീകരണം നടക്കുന്നുണ്ട്. ആ നവീകരണം നടക്കാനുള്ള കാരണം കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ സുരേഷ് ഗോപിജിയോട് ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് അദ്ദേഹം സംസ്ഥാന ഗവൺമെൻറ്റിനോട് പ്രൊജക്റ്റ് ചോദിച്ചു വാങ്ങി ആ പദ്ധതി 75.77 കോടി രൂപയുടെ പദ്ധതി നടക്കുന്നത്. അപ്പോൾ മലമ്പുഴയിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ഇവിടെ വികസനം വരണമെങ്കിൽ, മലമ്പുഴയുടെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ NDA ജയിക്കണം എന്നുള്ളത്. പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഗ്ലാസ് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതി പോലും ഇവിടെ നടപ്പാക്കപ്പെട്ടിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ജൽജീവൻ മിഷനിൽ നൽകിയിട്ടുണ്ട്. മലമ്പുഴയിലെ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ MLAയും അതുപോലെ തന്നെ അവരുടെ പഞ്ചായത്തിൻ്റെ ആളുകളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഭരണാധികാരികളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ മുഴുവൻ വീടുകളിലും ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിച്ചു എന്നുള്ളത്? ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. കഞ്ചിക്കോട് വ്യവസായ മേഖല തകർന്നിരിക്കുകയാണ്. അവിടെയും കേന്ദ്ര ഗവൺമെൻറ് വലിയ പദ്ധതി വരികയാണ്, 3500 കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. ഇതെല്ലാം മലമ്പുഴയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്, മലമ്പുഴയുടെ വികസനം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, അവരുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ NDA ജയിക്കണം. അതാണ് എൻ്റെ വിജയപ്രതീക്ഷ. ഈ കഴിഞ്ഞ 2016 അതിനുശേഷം പിന്നീട് നടന്ന ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ്, അതിൽ 50,000-ലേറെ വോട്ടുകളാണ് ഇവിടെ നേടിയിരിക്കുന്നത്. പാലക്കാട് മെട്രോമാനും അതേപോലെ 50,000. അപ്പോൾ അതൊരു ചില്ലറ വോട്ടുകളല്ല, ഇത്രയും 1,00,000 വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ഇത്തവണ ആ ഒരു 1,00,000-വും അതിന് ഉപരി കൂടുതൽ വോട്ടുകളും ബി.ജെ.പി പാളയത്തിലേക്ക് എത്തുന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ചരിത്രത്തിൽ ആദ്യമായിട്ട് മലമ്പുഴ ഒരു ചുവപ്പ് കോട്ടയാണെന്നാണ് അവർ വിശേഷിപ്പിക്കുക. ആ ചുവപ്പ് കോട്ട തകർന്നു വീണുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. 38 വർഷം CPM ഭരിച്ചിരുന്ന അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുകയാണ്. മലമ്പുഴ പഞ്ചായത്തിൽ ഒരു സീറ്റിനാണ്, കേവലം തുച്ഛമായിട്ടുള്ള വോട്ടുകൾക്കാണ് ഈ പഞ്ചായത്തിൻ്റെ ഭരണം ഞങ്ങൾക്ക് NDAക്ക് നഷ്ടപ്പെട്ടത്. എല്ലാ പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം നടത്തി. ഒരു കാലത്ത് ഈച്ചയും പൂച്ചയും പോലും കമ്മ്യൂണിസ്റ്റാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കൊടുമ്പ് പഞ്ചായത്തിൽ ശ്രീ MP രാജേഷിൻ്റെ സ്വന്തം പഞ്ചായത്തിൽ ഇത്തവണ 3 സീറ്റുകളിൽ BJP വിജയിച്ചു. ആദ്യമായിട്ട് 6 സീറ്റുകളിൽ 50-ൽ താഴെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അപ്പോൾ മലമ്പുഴയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് ബദലായിട്ട്, ഇവിടെ വികസന ബദലായിട്ട് കാണുന്നത് NDA ആണ്. അതാണ് ഞങ്ങളുടെ ഈ മലമ്പുഴയിലെ ജനങ്ങളോട് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഈ MLA A. പ്രഭാകരൻ അദ്ദേഹം ഏതാനും ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനം വരുന്നുണ്ട്. അതുകൂടാതെ വോട്ടർമാരോട് തന്നെ തട്ടിക്കയറുന്നൊരു വീഡിയോ ഒക്കെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ ഒരു സർക്കാരിനെതിരെയുള്ളൊരു വികാരം ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ഭരിക്കുന്ന MLAക്കുള്ള എതിരെയുള്ള ഒരു വികാരമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും അധികം നിങ്ങൾ ഒന്ന് ഈ മണ്ഡലത്തിൽ യാത്ര ചെയ്തുകൊണ്ട്
ഗ്രാമപ്രദേശങ്ങളിൽ മൺറോഡ് ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലം ഇതാണ്. 60 വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ MLA-മാരാണ്. 2 മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ധനകാര്യ വകുപ്പ് മന്ത്രി ഇവരെല്ലാം ഉണ്ടായിട്ടും ഇന്നും മൺറോഡുകളായിട്ട് അവശേഷിക്കുകയാണ്. ഞാനിവിടുത്തെ വോട്ടർമാരോട് പറയുന്നത്, നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത് ഓടിയെത്താൻ NDAയുടെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ, മലമ്പുഴയുടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാനുണ്ടാവും. അല്ലാതെ നിങ്ങൾ വിളിക്കുന്നവിടെ വരാനല്ല എന്നുള്ള ജനപ്രതിനിധി ആയിരിക്കില്ല. മറിച്ച് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിളിപ്പുറത്തുണ്ടാവുന്ന MLA ആയിരിക്കും, ജനപ്രതിനിധി ആയിരിക്കുന്ന ഉറപ്പാണ് എനിക്ക് നൽകാനുള്ളത്. കോൺഗ്രസ് ഇവിടെ സമ്പൂർണ്ണ തകർച്ചയിലേക്കാണ്. കാരണം ഒരു സ്ഥാനാർത്ഥിയെ സ്വന്തം നിലയിൽ നിർത്താൻ പോലും കഴിയാതെ VS അച്യുതാനന്ദൻ്റെ മുൻ PA ആയിട്ടുള്ള A സുരേഷിനെ മത്സരിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. കോൺഗ്രസ് CPM-ൻ്റെ B ടീമായിരുന്നു ഈ മണ്ഡലത്തിൽ. കോൺഗ്രസ് ഒരു കാലത്ത് കോൺഗ്രസിന് ശക്തമായിട്ടുള്ള അടിത്തറയുണ്ടായിരുന്ന മണ്ഡലത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ധാർഷ്ട്യത്തിനും അഹന്തതയ്ക്കും എതിരായിട്ട്, ഈ സ്വജനപക്ഷപാതത്തിനെതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് വരാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. കോൺഗ്രസ്സിൽ മലമ്പുഴയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് പുറമേ നിന്നുള്ള ആളുകളെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടെത്തേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുകയാണ്. മലമ്പുഴയിലെ ജനങ്ങൾ കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവരുടെ പ്രതീക്ഷ NDA തന്നെയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഏതായാലും മലമ്പുഴയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് C കൃഷ്ണകുമാർ. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ വികസനമില്ലായ്മ അതുതന്നെയാണ് പ്രധാന കാര്യം. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മലമ്പുഴ ഉദ്യാന നവീകരണത്തിനുൾപ്പെടെ കോടികൾ ഈ മണ്ഡലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഒപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ മലമ്പുഴ മണ്ഡലത്തിലെ അകത്തേത്തറ പഞ്ചായത്തിൽ 38 വർഷത്തെ CPM ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് BJP അധികാരത്തിലെത്തിയതുൾപ്പെടെയുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ മണ്ഡലത്തിൽ മലമ്പുഴയിൽ താമര വിരിയുമെന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണകുമാർ പറയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.